നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. തലസ്ഥാനത്ത് നിന്ന് 2 വയസ്സുകാരിയെ കാണാതായിട്ട് 12 മണിക്കൂർ പിന്നിടുകയാണ്. തിരുവനന്തപുരം പേട്ടയിൽ നിന്ന് കാണാതായ നാടോടി ദമ്പതികളുടെ മകളെക്കുറിച്ച് ഇതുവരെയും യാതൊരു സൂചനയുമില്ല. സഹോദരങ്ങൾക്കൊപ്പം ഉറങ്ങിക്കിടന്ന കുട്ടിയെ മഞ്ഞ സ്കൂട്ടറിലെത്തിയവർ എടുത്തുകൊണ്ടുപോയി എന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. സംഭവത്തിൽ പോലീസ് വ്യാപകമായ പരിശോധന നടത്തുകയാണ്. കുട്ടിയെപ്പറ്റി എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ 04272743 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ 3 ടീംസ് ആയിട്ട് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് CCTV സെർച്ചിങ് ഒരു ടീം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അവിടെ ഫിസിക്കലായിട്ടുള്ള സെർച്ചിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്ലസ് ഇവരെ ഫാമിലി മെമ്പേഴ്സും പിന്നെ അവിടുത്തെ ആ സ്ഥലത്ത് അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് സമയം വേണം. നമുക്ക് ഒരുപാട് CCTV ഫുട്ടേജസ് നമ്മുടെ കയ്യിലുണ്ട്. അവിടെ ക്യാമറാസ് ഉണ്ട് തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷൻ, റെയിൽവേ ട്രാക്കിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഏരിയ ആണ്. നല്ല ഒരു കാട് പിടിച്ച ഒരു സ്ഥലമാണ്. ഇവർ വർഷത്തെ ഒരു 2 തവണയൊക്കെ ഇവിടെ വരാറുണ്ട്. വർഷത്തെ ഒരു തവണ 2 മാസത്തേക്ക് വരാറുണ്ട്. തേനെ എടുക്കുന്ന ആൾക്കാരാണ്. ബിഹാർ സ്വദേശികളാണ്. ആശങ്ക ഉണ്ട്. കാരണം ടൈം ഈസ് ഓഫ് എസൻസ്. സോ ഇവിടെ ഫാമിലി മെമ്പേഴ്സായിട്ട് ആരും മിസ്സിംഗ് ഇല്ല. എല്ലാവരും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ വന്നു പോകുന്ന ആൾക്കാർ ആരൊക്കെയാണ് നമ്മൾ നോക്കുകയാണ്. സോ വി ആർ എക്സാമിനിങ് ദം ഇൻ ഡീറ്റെയിൽ. അതിപ്പോൾ പറയാനായിട്ടില്ല. അതിപ്പോൾ എല്ലാവരും നമ്മളെ ചോദ്യം ചോദിക്കണം. അപ്പോൾ ഇവിടുത്തെ നാട്ടുകാരല്ല അവർ. അപ്പോൾ നമ്മുടെ ചോദ്യങ്ങൾ അവർ മനസ്സിലാക്കി, അവർ നമുക്ക് മനസ്സിലാക്കി പറഞ്ഞ് കുറച്ച് കാര്യങ്ങളുണ്ട്. കുട്ടിയെ കാണാതായത് അച്ഛനും അമ്മയും അറിഞ്ഞിട്ടില്ലായിരുന്നു. എന്താണ് അവർ പറയുന്ന വിവരങ്ങൾ പോലീസിന് മനസ്സിലാവുന്നത്? എന്താണ് അവർ പറയുന്നത്? ഒരു ഏകദേശം 1 മണിക്ക് അവർ എണീറ്റ് നോക്കിയതാണ്. ഒരു 11 മണി വരെ ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞിട്ട് ഉറങ്ങിപ്പോയി. കഴിഞ്ഞിട്ട് 1 മണിക്ക് നോക്കുമ്പോൾ കുട്ടിയില്ല എന്നാണ് അവർ പറയുന്നത്. അതിന് നേരത്തെ ഒരു സ്കൂട്ടർ അതൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഒന്നും കൊറാബറേറ്റ് ആയിട്ടില്ല. ഒരു പയ്യൻ അത് കൊറാബറേറ്റ് ആയിട്ടില്ല. കാരണം അത് നമ്മളെ ക്യാമറാസിൽ കൂടെ കിട്ടണമല്ലോ. ആ സമയത്ത് ട്രെയിൻസ് ഒന്നും ഇല്ലായിരുന്നു. അവിടെ സ്റ്റോപ്പും ഇല്ല. അത് നമ്മുടെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ ഒരു തട്ടിക്കൊണ്ടുപോകലിനുള്ള സാധ്യത കണ്ടെത്തിയിട്ടുണ്ടോ പോലീസ്? അത് നമ്മൾ ഒന്നും പറയാനായിട്ടില്ല. വി കെ നോട്ട് കൺക്ലൂഡ് നൗ. അങ്ങനെ ഒരു ക്രൈം നടന്നതായിട്ട് ഇതുവരെ പോലീസിനെ വെരിഫൈ അങ്ങനെ നമുക്കൊരു ഇതുവരെ അങ്ങനെ കൺക്ലൂസീവ് ആയിട്ട് പറയാൻ പറ്റുന്നില്ല. സോ വി ഹാവ് ടു എക്സാമിൻ എവറിത്തിങ് ആൻഡ് വി ഹാവ് ടു കൊലാബറേറ്റ്. ഈ 3 ഐറ്റംസ് നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. കുട്ടി കിട്ടണം എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഒബ്ജക്റ്റീവ്. കുട്ടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി നമ്മൾ കൊണ്ടുവരാം. ഇന്നലെ രാത്രി അസ്വാഭാവികമായ എന്തെങ്കിലും നടന്നതായിട്ട് കുഞ്ഞ് മാത്രമല്ലേ, അതായത് കുട്ടി കാണാതായ കുട്ടിയുടെ തൊട്ടുമൂത്ത് സഹോദരൻ മാത്രമല്ലേ उठाना तो बोला बच्चा तो बहुत रोने लगा था. पुलिस स्टैंड गया. आपका बाप नहीं है? हाँ है ना. तू बोले हाँ तू बोले बाप को बोले? हाँ बोला वो इधर पुलिस स्टेशन में. तुम्हारे बहन को तुम लेके जाएंगे ना? വീടല്ലേ കുറച്ച് പെർഗോട്ട് വേണം. അച്ഛനും അമ്മയും मेरा माँ बाप अभी पुलिस स्टेशन में. ആ സമയത്ത് अभी नहीं है. वो टाइम में जो टाइम में ना क्या कर रहा था? वो बहुत खोजा नहीं मिला ना तो रोके पुलिस स्टेशन गया उसी टाइम. मैंने तभी नहीं रात को भी गया. वो 12 बजे गया. हाँ पुलिस स्टेशन गया. സ്കൂട്ടറിൽ എടുത്തിട്ട് പോയെന്നാ പറയുന്നത്. അപ്പൊ എന്താ അറിയിക്കാന്ന് ചോദിച്ചു. വിളിക്കാത്ത स्कूटर में लेके गया ना, तभी तो पुलिस को क्यों नहीं मिलाया? पुलिस को बुलाया नहीं. तुमने देखा क्या तुम्हारी बहन को उस गाड़ी में लेकर जाने? ഹൈദരാബാദ് സ്വദേശികളായ അമർദീപ് റമീന ദേവി ദമ്പതികളുടെ മകൾ മേരിയെ ഇന്നലെ 12നും 1 മണിക്കുമിടയിലാണ് കാണാതായത്. കാണാതായ മേരിക്ക് 3 അടി ഉയരവും മെലിഞ്ഞ ശരീരവുമാണ്. കറുപ്പിൽ വെള്ളപ്പുള്ളിയുള്ള ടീഷർട്ടാണ് കാണാതായപ്പോൾ കുട്ടി ധരിച്ചിരുന്നതാണ് വിവരം. അതിർത്തികളടക്കം അടച്ച് അരിച്ചുപെറുക്കിയുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് BV വിനോദും ഡാൻ കുര്യനും ചേരുന്നുണ്ട്. വിനോദ്, ഇന്ന് പകൽ മുതൽ പോലീസും നമ്മൾ ഒന്നാകെ മാധ്യമങ്ങളടക്കം മേരി എന്ന ആ 2 വയസ്സുകാരിക്ക് പിന്നാലെയാണ്. പക്ഷെ ഇതുവരെയും കഴിഞ്ഞ 12 മണിക്കൂറായിട്ടും യാതൊരു സൂചനയുമില്ല ഈ കുഞ്ഞിനെ കുറിച്ച്. ഏറെ ആശങ്കാജനകമായിട്ടുള്ള കാര്യം, ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് കൊച്ചി എറണാകുളം ആലുവയിൽ ഒരു 5 വയസ്സുകാരിയെ
തട്ടിക്കൊണ്ടുപോയത്. പിന്നീട് എന്താണ് സംഭവിച്ചതെന്നൊക്കെ നമുക്കറിയാവുന്നതാണ്. അതുപോലൊരു ദുരന്തം സംഭവിക്കരുത് എന്ന് പിന്നീട് നമ്മൾ ആഗ്രഹിച്ചതാണ്. പക്ഷേ വീണ്ടും ഈ കുഞ്ഞുങ്ങളുടെ ഇതര സംസ്ഥാനക്കാരുടെ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഭവങ്ങൾ വീണ്ടും ഉണ്ടാകുന്നു. ഇത് യഥാർത്ഥത്തിൽ ഈ കുടുംബം മാതാപിതാക്കൾ പറയുന്ന പോലെ ഒരു തട്ടിക്കൊണ്ടുപോകലാണോ ഇവിടെ സംഭവിച്ചത്? അങ്ങനെ എന്തെങ്കിലും കൃത്യമായ ഒരു വ്യക്തത പോലീസ് നൽകുന്നുണ്ടോ? ടോം, 2 വയസ്സുകാരിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമായി നടത്തുകയാണ്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് തുടരുന്നത്. 2:30 മണി മുതൽ പുലർച്ചെ 2:30 മണി മുതൽ പോലീസ് ഇതിന് പിന്നാലെയാണ്. പക്ഷേ ഇതുവരെ കൃത്യമായ ഒരു തെളിവും കുട്ടി എവിടെ എന്നത് സംബന്ധിച്ച് ലഭിച്ചിട്ടില്ല. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് വിപുലമായ അന്വേഷണം, അത് തിരുവനന്തപുരത്തിന് പുറമെ കൊല്ലം ജില്ല, കന്യാകുമാരി തുടങ്ങിയ മേഖലകൾ കേന്ദ്രീകരിച്ച് തമിഴ്നാട് പോലീസിന്റെ ഉൾപ്പെടെ സഹായം തേടിക്കൊണ്ടുള്ള ഒരു അന്വേഷണ നടപടിയുമായാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. അപ്പോഴും ചില കാര്യങ്ങൾ പോലീസിനെ കുഴയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കുട്ടിയുടെ രക്ഷിതാക്കളും കുഞ്ഞിന്റെ സഹോദരന്മാർ നൽകുന്ന മൊഴി, അത് വൈരുദ്ധ്യമുണ്ട് എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. കാരണം മഞ്ഞ സ്കൂട്ടറിൽ ഒരാൾ ഇവിടെ വന്നുവെന്ന് കുട്ടിയുടെ സഹോദരൻ ആദ്യം തന്നെ പോലീസിന് മൊഴി നൽകി. പക്ഷേ ആ സ്കൂട്ടറിൽ കുട്ടിയെ കൊണ്ടുപോയത് ആരും കണ്ടിട്ടില്ല. മാത്രവുമല്ല, കുട്ടി പറയുന്ന സമയത്ത് അങ്ങനെ ഒരു വാഹനം ഇവിടെ എത്തിയത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് രക്ഷിതാക്കൾ പറയുന്നത്. രാത്രി 12 മണിയോടുകൂടി കുഞ്ഞിനെ കാണാതായി എന്നത് ശ്രദ്ധയിൽപ്പെട്ടുവെന്ന് പിതാവ് പറയുന്നു. പക്ഷേ അപ്പോഴും 2:30 മണി കഴിഞ്ഞാണ് പോലീസിൽ ഈ വിവരം അറിയിക്കുന്നത്. അതുവരെ സ്വന്തം നിലയ്ക്ക് തിരച്ചിൽ നടത്തിയെന്ന് പറയുന്നു. എന്നാൽ 12 മണി കഴിഞ്ഞാണ് ഈ കുട്ടിയെ കാണാതായ വിവരം മനസ്സിലാക്കിയതെന്ന മൊഴി പിന്നീട് പറയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം രാത്രി ഇവിടെ ഒരു ബഹളമുണ്ടായി എന്ന കാര്യം പരിസരവാസികൾ പറയുന്നുണ്ടായിരുന്നു. മിക്കവാറും ഇവിടെ അങ്ങനെ ഇവർ തമ്മിലുള്ള തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. പ്രദേശവാസികളായ ചില ആളുകൾ ഇവരോടൊപ്പം ചേർന്ന്, ഇവിടെയുള്ള ആളുകളോടൊപ്പം ചേർന്ന് മദ്യപിക്കാറുണ്ട് എന്ന ചില വിവരങ്ങൾ. പക്ഷേ ഇതൊന്നും പോലീസ് ആ നിലയ്ക്ക് മാത്രമല്ല, പോലീസിന്റെ അന്വേഷണം കൃത്യമായി തുടരുമ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി പോലീസ് പരിഗണിക്കുന്നുണ്ട്. തട്ടിക്കൊണ്ടു പോകലാണോ എന്ന് പൂർണ്ണമായും പറയാൻ കഴിയുന്നൊരു ഘട്ടമല്ല എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ആരെയും ഏതെങ്കിലും പ്രതിസ്ഥാനത്ത് നിർത്തുകയോ ഒരു സംശയത്തിന്റെ നിഴലിലേക്ക് കൊണ്ടുപോവുകയോ ചെയ്യുന്ന ഒരു സാഹചര്യവും ഇല്ല. മറിച്ച് കുഞ്ഞിന് വേണ്ടിയുള്ള അന്വേഷണം, അത് സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നത് ഈ വാക്കാണ്. ആദ്യം കുട്ടിയെ കണ്ടെത്തുക എന്നതാണ് പ്രധാനമായ കാര്യം. അതിനുശേഷമാണ് മറ്റുള്ള കാര്യങ്ങൾ പരിശോധിക്കുക എന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പരമാവധി തെളിവുകൾ, അത് CCTV ദൃശ്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന ഒരു രീതി തന്നെയാണ് പോലീസ് അവലംബിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, സാക്ഷിമൊഴികൾ. ഇപ്പോൾ ഒരു ദൃക്സാക്ഷിമൊഴി എന്ന നിലയ്ക്ക് ഈഞ്ചക്കലിൽ ഒരാളുടെ മൊഴി ലഭിച്ചിരുന്നു. ഇന്നലെ രാത്രി മഞ്ഞ സ്കൂട്ടറിൽ 2 പേർ ഒരു കുഞ്ഞുമായി പോകുന്നത് കണ്ടു എന്ന മൊഴിയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ അവിടുത്തെ ഓഫീസിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. പക്ഷേ വ്യക്തതയില്ല. അതുപോലെ തന്നെ ബ്രഹ്മോസിനടുത്തുകൂടി ഒരു നിമിഷം, ഇപ്പോൾ ആ ദൃക്സാക്ഷിയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. ആ കുട്ടിയെ കണ്ടെത്തിയ മഞ്ഞ സ്കൂട്ടറിൽ 2 പേർ കൊണ്ടുപോയതായിട്ടുള്ള ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ പ്രതികരണത്തിലേക്ക് കുഞ്ഞു മുമ്പിലായിരുന്നു, എന്താ വണ്ടി ഏതായിരുന്നു? സ്കൂട്ടറാണോ? സ്കൂട്ടർ. ഈ മഞ്ഞയാണല്ലേ? ഞാൻ ശ്രദ്ധിച്ചില്ല. അല്ല, ആ സംശയത്തിലല്ലേ പോലീസിനെ വിളിച്ചത്? അല്ലല്ല, ഞാൻ ബൈക്കിന് നടുക്കൊരു കൊച്ചിനെ ഇരിക്കുന്ന കണ്ടിട്ടാണ് വിളിച്ചത്. ഒരാളാണ് സ്കൂട്ടർ, ഒരാളും കുഞ്ഞു. എത്ര മണിക്ക് ഇത് കണ്ടത്? 12:30. വീണ്ടും വി വിനോദിലേക്ക്. വിനോദ്, ദൃക്സാക്ഷിയുടെ പ്രതികരണമാണ് വന്നത്. കൃത്യമായി രാത്രിയിൽ ഒരു കുഞ്ഞിനെ കൊണ്ടുപോയതായി കണ്ടു എന്ന് പറയുന്നുണ്ട്. ഇതുകൂടാതെ പോലീസിന്റെ ഇപ്പോൾ അന്വേഷണത്തിൽ കൂടുതൽ ആളുകളുടെ ഈ കുഞ്ഞിനെ കണ്ടതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? കുഞ്ഞുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ, 3 അടി ഉയരമുണ്ട്, കുഞ്ഞ് ധരിച്ച വസ്ത്രം ഇതാണ് തുടങ്ങിയ കൃത്യമായ വിവരങ്ങളൊക്കെ പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട്. പോലീസ് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ഒരു ബന്ധപ്പെടാനുള്ള നമ്പറുകളടക്കം സാധാരണ ജനങ്ങൾക്ക്, പൊതുജനങ്ങൾക്ക് വേണ്ടി ഒരു അറിയിപ്പ് നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഈ കുഞ്ഞിനെ കണ്ടെത്താൻ വേണ്ടിയുള്ള തെരച്ചിൽ ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചാണ്? ജില്ല വിട്ടതായിട്ടുള്ള എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? ടോം, ഇപ്പോൾ ഡാൻ കുര്യൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ടോം, നേരത്തെ എറണാകുളത്തെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ അതിന് ശേഷം കണ്ടതാണ് അബിഗേൽ സാറെ തട്ടിക്കൊണ്ടുപോകുന്ന സംഭവം. പക്ഷേ ആ തട്ടിക്കൊണ്ടുപോകൽ കഴിഞ്ഞ ഉടൻ തന്നെ പണം ആവശ്യപ്പെട്ടുള്ള ഫോൺ കോൾ വരുന്നു. അങ്ങനെ ഒരു ഹിന്റ് ലഭിക്കുന്നു. തട്ടിക്കൊണ്ടുപോകലാണ്, പണം ആവശ്യപ്പെടലാണ്. പക്ഷേ ഇവിടെ ഇതുവരെ അത്തരത്തിലുള്ള ഒരു സംഭവവും ഉണ്ടായിട്ടില്ല. ഡാൻ ഇന്ന് രാവിലെ ഇവിടെ എത്തുമ്പോൾ
ഈ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ പ്രതികരണം അത് എങ്ങനെയായിരുന്നു? ഇതുവരെയുള്ള കാര്യങ്ങൾ ഡാൻ എന്താണ് ഇതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇതിൽ പോലീസ് പ്രധാനമായി നേരിടുന്ന രണ്ട് വെല്ലുവിളികളാണ്. അതിലൊന്ന് ഈ കുഞ്ഞ് നൽകിയ അല്ലെങ്കിൽ ഈ മേരിയുടെ സഹോദരൻ നൽകിയ ഒരു മൊഴി മാത്രമാണ് ഈ സ്കൂട്ടറിൽ തട്ടിക്കൊണ്ടുപോയി എന്ന് സ്ഥിരീകരിക്കുന്ന തരത്തിൽ പോലീസിനുള്ളത്. മറ്റ് മാതാപിതാക്കളോ ഒപ്പമുണ്ടായിരുന്ന സഹോദരങ്ങളോ ആരും ഈ കാര്യം കണ്ടിട്ടില്ല. ഈ സഹോദരൻ പറഞ്ഞ കാര്യം അത് മാത്രമാണ് ഈ മൂത്ത സഹോദരനും അറിയാമെന്ന് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ആ മൊഴിയെ പിന്തുടർന്നുകൊണ്ടാണ് നമുക്കറിയാം നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ബ്രഹ്മോസിന് സമീപത്ത് രണ്ട് വശത്തും ഉള്ള CCTV ദൃശ്യങ്ങൾ വിശദമായി പോലീസ് പരിശോധിച്ചു. പക്ഷേ ആ പരിശോധനകളിൽ ഒന്നും ഈ മഞ്ഞ സ്കൂട്ടറിൽ ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന ആരും ഇവിടേക്ക് എത്തുന്നതോ ഇവിടെ നിന്ന് മടങ്ങുന്നതോ ആയ ദൃശ്യങ്ങൾ ദൌർഭാഗ്യവശാൽ പോലീസിന് വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനിടയിലാണ് ഈഞ്ചക്കലിന് സമീപം നമ്മൾ അല്പസമയം മുമ്പ് പ്രതികരണം കണ്ട ആ വ്യക്തി ഇത്തരത്തിൽ ഇന്നലെ രാത്രി 12:28 ഈഞ്ചക്കലിന് സമീപത്തുകൂടി ഒരു സ്കൂട്ടർ വേഗത്തിൽ പാഞ്ഞു പോകുന്നു. അതിന്റെ രണ്ടുപേർ ഇരിക്കുന്നു. അതിന്റെ നടുവിൽ ഈ കുഞ്ഞുമായി പോകുന്ന ദൃശ്യങ്ങളുണ്ട് എന്ന് പറയുന്നത്, അങ്ങനെ കണ്ടുവെന്ന് പറയുന്നത്. അതേ തുടർന്നാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഓഫീസിലെത്തി CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നത്. പക്ഷേ അവിടെ നിന്ന് പേട്ട SIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വിശദമായി ഏറെ നേരം ആ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും ഈ അന്വേഷണത്തിന് വെളിച്ചം വീശുന്ന തരത്തിലുള്ള ഒന്നും ആ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി ശേഷിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. അതിലൊന്ന് ഈ പോലീസ് നായ മണം പിടിച്ച് നമുക്ക് പിന്നിൽ കാണുന്ന വഴിയിലൂടെ റെയിൽവേ ട്രാക്കിന്റെ സമീപത്തേക്ക് പോകുന്ന ഒരു കാഴ്ച രാവിലെ നമ്മൾ കണ്ടിരുന്നു. ഈ പോലീസ് നായ അങ്ങനെ മണം പിടിച്ച് പോയിട്ടുണ്ടെങ്കിൽ അത് എവിടേക്കാകാം? ഈ CCTV ദൃശ്യങ്ങളിൽ ഉണ്ട്, അല്ലെങ്കിൽ ഈ മൊഴി നൽകിയതിന് പ്രകാരമാണെങ്കിൽ ഈ സ്കൂട്ടർ പോയത് മുൻവശത്തു കൂടിയാണ്. പക്ഷേ പോലീസ് നായ മറുവശത്തു കൂടിയാണ് എത്തുന്നതും. അങ്ങനെയാണെങ്കിൽ അതിന് പിന്നിൽ ഒരുപാട് ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ടെന്റുകളുണ്ട്. അവർ കൂട്ടമായി നമ്മുടെ ഈ ഭൂപ്രകൃതി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതായത് ഈ രണ്ട് വശത്തും നഗര ഹൃദയത്തിൽ തന്നെയാണ് എന്ന് പറയുമ്പോഴും ഓൾ സയൻസ് കോളേജിനോട് ചേർന്നുള്ള വശങ്ങൾ, അതോടൊപ്പം നമുക്ക് നേരെ മറുവശത്തുള്ള രാജ്യാന്തര വിമാനത്താവളത്തിന്റെ തൊട്ട് മുൻപിലുള്ള വശങ്ങൾ, അവിടെ വലിയ തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വലിയ കുഴികൾ എടുത്തിട്ടുണ്ട്. അതിനകത്തിറങ്ങി ഏറെ നേരം പോലീസ് സംഘം വ്യാപകമായ പരിശോധന നടത്തിയിട്ടും ഈ അന്വേഷണത്തിലേക്ക് വെളിച്ചം വീശുന്നതൊന്നും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. ചതുപ്പും കണ്ടൽക്കാട് തീർച്ചയായിട്ടും അവിടെ ചതുപ്പെന്ന് മാത്രമല്ല ഈ മണ്ണ് വലിയ തോതിൽ ഇവിടെ നിന്ന് എടുത്ത് കൂട്ടിയിടുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ ഈ വെള്ളം, അതായത് ഈ നമ്മൾ ചെറിയ കുളങ്ങൾ നികത്തിയാൽ എങ്ങനെ ഇരിക്കും, അതിന് സമാനമായ ഏറെ സ്ഥലങ്ങൾ അവിടെയുണ്ട്. ആ ഭാഗങ്ങളിലൊക്കെ ഏറെ മണിക്കൂറുകൾ ആ പോലീസ് സംഘം പരിശോധന നടത്തിയിരുന്നു. പക്ഷേ അത്തരത്തിൽ ലീഡ് ചെയ്യുന്ന സൂചനകളൊന്നും അവർക്ക് ലഭിച്ചില്ല. നിലവിൽ പുരോഗമിക്കുന്നത് ഇവിടെ ഉണ്ടായിരുന്ന, അതായത് ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി എന്ന വാർത്ത ഉണ്ടായത് മുതൽ മാധ്യമങ്ങളുടെ വലിയ ശ്രദ്ധ ഇവിടേക്ക് വരുന്ന ആളുകൾ ഓടിക്കൂടുന്ന സാഹചര്യം. അപ്പോൾ ഇവിടെ ഈ കുഞ്ഞിന്റെ ഒപ്പമുണ്ടായിരുന്ന ആ നാടോടി സംഘടന ഉൾപ്പെട്ടിരുന്ന മറ്റുള്ളവർ ഇവിടെ ഉണ്ടായിരുന്നു. അവരെ അടക്കം വിശദമായ പരിശോധനകൾക്ക് വേണ്ടി ഇപ്പോൾ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടി പേട്ട പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. അവിടെ സിറ്റി പോലീസ് കമ്മീഷണറുടെയും ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള വലിയ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അവരാണ് വിശദമായ പരിശോധനകൾ ഇതുമായി ബന്ധപ്പെട്ട പുലർച്ചെ മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ വിനോദ് നേരത്തെ സൂചിപ്പിച്ച പോലെ അബിഗേൽ സാറ റെജിയെ കാണാതായതുമായി ബന്ധപ്പെട്ടുണ്ടായ സാഹചര്യവുമായി നമുക്കിതിനെ ഒരു തരത്തിൽ ബന്ധിപ്പിക്കാനാവില്ല, അതിന്റെ അന്വേഷണത്തിലടക്കം. കാരണം അവിടെ കൃത്യമായി ഈ കുടുംബത്തോട് മുൻവൈരാഗ്യം ഉണ്ടായിരുന്ന ആരെങ്കിലും ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായ പരിശോധനകൾ നടക്കുന്നുണ്ട്. ഇവിടെ പോലീസ് നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി, ഈ സംഭവം നടന്നു എന്ന് പറയപ്പെടുന്നത് രാത്രി 12 മണിക്ക് ശേഷമാണ്. പുലർച്ചെ 2:30 പേട്ട പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു പരാതി ലഭിക്കുന്നത്. പുലർച്ചെ ഈ സംഭവം ഉണ്ടായതു മുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഊർജിതമായ ശ്രമം നടക്കുന്നു. മാധ്യമങ്ങളുടെ കൃത്യമായ സാന്നിധ്യം ഇവിടെ പുലർച്ചെ മുതൽ ഉണ്ടാകുന്നു. അപ്പോൾ ഈ അവിടെ ഒരു പ്രശ്നം പോലീസ് പറയുന്നത്, ഈ ആദ്യ മണിക്കൂറുകളിൽ തന്നെ പരാതി ലഭിക്കണം, അല്ലെങ്കിൽ പോലീസ് കൂടുതൽ പ്രതിസന്ധിയിലാകും. കാരണം അതിന്റെ ഏറ്റവും ഗോൾഡൻ അവർ എന്ന് പറയുന്ന ആ സമയവും അത് ഏറ്റവും അതിന്റെ അന്വേഷണത്തിന് സഹായിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഒരു കാലതാമസം വരുന്നു. അതിനുശേഷമാണ് ഇവർ ചെല്ലുന്നത്. അത് പോലീസിനെ വലയ്ക്കുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ്. അല്ല, അവിടെ നമ്മളത് പറയുമ്പോൾ ഇവർ ആരും മലയാളികളല്ല, അതാണ് എടുത്തു പറയേണ്ട കാര്യം. കാരണം മലയാളികളായിട്ടുള്ളവർക്ക് ഈ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇങ്ങനെ നേരിടുമ്പോൾ സ്വാഭാവികമായി അവിടെ പോലീസിന്റെ സഹായം തേടാൻ അല്ലെങ്കിൽ മറ്റ് ജനപ്രതിനിധികളെ വിവരം അറിയിക്കാനുള്ള നീക്കങ്ങളൊക്കെ ഉണ്ട്. ഇവർ മറ്റൊരു സ്ഥലത്ത് നിന്ന് ഇവിടേക്ക് അവരുടെ ഈ വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നവരാണ്. ഇതിനു മുമ്പ് അവർ ഇവിടെ എത്തിയിട്ടുണ്ട്. വർഷത്തിൽ 2 തവണ എത്തുന്ന പതിവ് അവർക്കുണ്ട് എന്നാണ് പറയുന്നത്. അവിടെ കൃത്യമായി ഇത്തരത്തിൽ പോലീസിനെ ഉടനടി വിവരം അറിയിക്കുക, കുട്ടിയെ കണ്ടെത്തുക എന്ന തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് കടക്കുന്നതിന് പ്രധാന തടസ്സമായി പറയുന്നത് ഈ സംഘത്തിൽ ഉൾപ്പെട്ടിരുന്നവർ മദ്യപിച്ചിരുന്നു ഇന്നലെ രാത്രിയിൽ.
എന്ന ഒരു വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ഹാങ് ഓവർ അവർക്കുണ്ടായിരുന്നു. അതിൽ നിന്ന് ഈ കുഞ്ഞിനെ കാണാതെ പോയി അതിനെ എത്രയും പെട്ടെന്ന് വീണ്ടെടുക്കുന്ന ഒരു നോർമൽ അവസ്ഥയിലേക്ക് അവർ എത്താൻ തന്നെ ഒരു പക്ഷേ കുറച്ചധികം സമയമെടുത്തിട്ടുണ്ടായിരിക്കാം. പിന്നീട് ഇത് മാധ്യമങ്ങളുടെ വലിയ തരത്തിൽ ജനശ്രദ്ധ ആകർഷിക്കുന്ന വാർത്തയായി മാറിയതിന് പിന്നാലെയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം ഇവിടേക്ക് എത്തുകയും അന്വേഷണം ഊർജിതമാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. അതുപോലെ ഈ മൊഴികളിലെ വൈരുദ്ധ്യം അത് ഒരു പ്രധാന പ്രശ്നമായി പോലീസ് പറയുന്നത്. കാരണം ചോക്ലേറ്റ് കൊടുത്തു കുട്ടിയെ കൊണ്ടുപോകാൻ ശ്രമിച്ചുവെന്ന് മൂത്ത കുട്ടി പറയുമ്പോൾ അത് വീണ്ടും ചോദിക്കുമ്പോൾ അനുജൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ പറഞ്ഞതെന്ന് ഈ മൂത്ത സഹോദരൻ പറയുന്നു. അതോടൊപ്പം തന്നെ ഈ വന്ന വണ്ടി മഞ്ഞ വണ്ടി കണ്ടുവെന്ന് ഈ സഹോദരൻ പറയുമ്പോൾ മാതാപിതാക്കൾ അത് കണ്ടിട്ടില്ല, കൊണ്ടുപോകുന്നത് കണ്ടിട്ടില്ല. അങ്ങനെ തുടങ്ങി സമയത്തിൽ പറയുന്ന വ്യത്യാസം, അങ്ങനെ മൊഴികളിലെ വൈരുദ്ധ്യം അതും പോലീസിനെ കുഴയ്ക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കിയത്. അതായത് ഈ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ടിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഈ പരിശോധന നടത്തുന്നതിനിടെ രാവിലെ നമ്മളോട് പറഞ്ഞത് ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയതിൽ ഉൾപ്പെട്ടവരെ ഈ സഹോദരൻ കണ്ടിരുന്നു. ആ സഹോദരൻ ഈ സഹോദരനെയും മുട്ടായി കാണിച്ച് അവർ പ്രലോഭിപ്പിച്ച് ഈ വാഹനത്തിൽ കയറ്റിക്കൊണ്ടു പോകാൻ ശ്രമിച്ചിട്ടുണ്ടാകാം. പക്ഷേ അവൻ അതിന് വിസമ്മതിക്കുന്നു. ഉടൻ തന്നെ മാതാപിതാക്കളെ ഒപ്പം ഉറങ്ങിയിരുന്ന മാതാപിതാക്കളെ വിവരം അറിയിക്കുന്നു. ഇങ്ങനെയുള്ള വിവരങ്ങളും ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ ഇതിന്റെയെല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ സഹോദരൻ നൽകിയ മൊഴിയാണ്. ആ മൊഴി മാത്രമാണ് ഈ സ്കൂട്ടറിനെ സംബന്ധിച്ചും സ്കൂട്ടറിൽ എത്തിയവരെ സംബന്ധിച്ചുമൊക്കെ പോലീസിന് ആകെ കിട്ടിയിരിക്കുന്ന ഒരു തുമ്പ്. പക്ഷേ ഈ CCTV ദൃശ്യങ്ങൾ അത് പല സ്ഥലങ്ങളിൽ പരിശോധനകൾക്ക് വിധേയമാക്കിയെങ്കിലും ഒരു തരത്തിലും ഇതിനോടകം ഈ മണിക്കൂർ വരെ ഈ 14 മണിക്കൂറാകുന്നു. പക്ഷേ ഈ മണിക്കൂറിലും അങ്ങനെ ഒരു മഞ്ഞ സ്കൂട്ടറോ അതിൽ സഞ്ചരിച്ചവരെയോ സംബന്ധിച്ച ഒരു തുമ്പുമില്ല. ടോം, മറ്റൊരു കാര്യം കൂടി, നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഈ ഞാനും ഡാനും നിൽക്കുന്നത്, നമ്മുടെ യൂണിറ്റും സംഘവും നിൽക്കുന്നത് ബ്രഹ്മോസിന്റെ മതിലിനോട് ചേർന്നാണ്. ഇതിന് ഒരു വശത്താണ് ഓൾ സയൻസ് കോളേജ്, ഒരല്പം മാറിയാണ് ഓൾ സയൻസ് കോളേജിന്റെ, അതായത് റെയിൽവേ ട്രാക്കുണ്ട്. റെയിൽവേ ട്രാക്കിന്റെ അപ്പുറ വശത്താണ് ഓൾ സയൻസ് കോളേജിന്റെ കോമ്പൗണ്ട്. അവിടെയും ഈ ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. മറ്റൊന്ന് ഈ ലോറി പാർക്ക് ചെയ്തിരിക്കുന്ന, നമുക്ക് ഇവിടെ ഈ കാണാം, ഈ ലോറി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം ഇവിടെ മുതൽ വേളി റെയിൽവേ സ്റ്റേഷൻ വരെ ഇങ്ങനെ കണ്ടൽക്കാടുകളോ അല്ലെങ്കിൽ കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലങ്ങളോ ചതുപ്പോ ആൾവാസമില്ലാത്ത പ്രദേശവുമാണ്. നമ്മളിപ്പോൾ ഈ ലോറി പാർക്ക് ചെയ്തിരിക്കുന്ന ഈ സ്ഥലം പോലും കാട് പിടിച്ച് കിടന്നതാണ്. ഇതിനടുത്തൊരു ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം ഉത്സവം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി ഇതുവഴി ആളുകൾ നടന്നു പോകുന്നതുകൊണ്ട് ഇവിടുത്തെ പ്രാദേശിക ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് ഇവിടെ കാട് പിടിച്ചു കിടന്ന സ്ഥലം ചെത്തി മാറ്റി അത് ഇങ്ങനെ വെളുപ്പിച്ചെടുക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ നിലയ്ക്ക് നിൽക്കുന്നത്. ഇവിടെ ഒരു ഉത്സവം നടന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഉണ്ടായിരുന്ന ആ കാടും പടലവും മാറ്റിയത്. മറ്റൊരു കാര്യം, ഇവിടെ തമ്പടിക്കുന്ന ലഹരി സംഘങ്ങളാണ്. ഈ റെയിൽവേ ട്രാക്കിന് രണ്ട് വശത്തേക്ക് പോയാൽ, ഒന്ന് വേളി റെയിൽവേ സ്റ്റേഷൻ, അത് കഴിഞ്ഞാൽ വേളി കായലാണ്. ഈ കായലിനോട് ചേർന്ന് വലിയ ചതുപ്പ് നിലമാണ്. ഇംഗ്ലീഷ് ഇന്ത്യൻ ക്ലേ ഫാക്ടറി അവിടെ പ്രവർത്തിച്ചിരുന്നു. ഏതാണ്ട് 15-20 ഏക്കറിനുള്ളിൽ ഉള്ള ഒരു സ്ഥലമാണ്. അത് ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. അവിടെ വിജനമായി കിടക്കുന്നു. ഇനി ഇവിടെ നിന്ന് കൂടുതൽ തെക്കോട്ട് പോയാൽ, അതായത് ഈ പാത തെക്കോട്ട് നീണ്ടാൽ പിന്നെ പോകുന്നത് ചാക്ക ഭാഗത്തേക്കാണ്. ചാക്ക ഭാഗത്തും ഇതേ തരത്തിൽ തന്നെ ഈ കാട് പിടിച്ചു കിടക്കുന്ന ധാരാളം സ്ഥലങ്ങളുണ്ട്. ഈ റെയിൽവേ ട്രാക്കിന്റെ രണ്ട് വശവും ചതുപ്പും കാട് കയറി കിടക്കുന്ന സ്ഥലങ്ങളുമാണ്. ഇത് സ്വാഭാവികമായും ഇവിടെ ലഹരി സംഘങ്ങൾ സ്ഥിരമായി വന്നു പോകാറുണ്ട്. കഞ്ചാവും മറ്റ് മയക്കുമരുന്നുകളും ഇവിടെ ഉപയോഗിക്കുന്ന രീതിയുണ്ട്. വിനോദ്, ഇത് ലഹരി സംഘം എന്ന് പറയുമ്പോൾ അത് ഇതര സംസ്ഥാനക്കാരാണോ അതോ ഈ തിരുവനന്തപുരം നഗരനിവാസികളാണോ? പ്രത്യേകിച്ച് ഈ സ്കൂട്ടറിൽ, ഒരു മഞ്ഞ സ്കൂട്ടറിലാണ് കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയെന്ന ചില സൂചനകൾ ലഭിക്കുന്നുണ്ട്. ഈ സമീപത്ത് CCTVകളോ മറ്റോ ഉണ്ടോ? ഏതെങ്കിലും CCTVയിൽ ഈ സ്കൂട്ടർ പതിഞ്ഞിട്ടുണ്ടോ? കാരണം നമുക്കറിയാം ഈ എറണാകുളത്തേക്കൊക്കെ വരുമ്പോൾ അവിടെ ഇതര സംസ്ഥാനക്കാരാണ് വലിയ രീതിയിൽ ഒരു ഭീതി പരത്തുന്നത്. പക്ഷേ തിരുവനന്തപുരത്തെ സാഹചര്യം മറിച്ചല്ലേ, അവിടെ ഇതര സംസ്ഥാനക്കാരുടെ ഒക്കെ വലിയ സാന്നിധ്യമുള്ള സ്ഥലമാണോ? അങ്ങനെ ഈ ആരെ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം? അങ്ങനെ സംശയങ്ങളുണ്ടോ? ഇതര സംസ്ഥാനക്കാരാണോ അതോ മറ്റേതെങ്കിലും ലഹരി സംഘമാണോ എന്ന് സംബന്ധിച്ച് പോലീസിന് എന്തെങ്കിലും സൂചനകൾ ലഭ്യമായിട്ടുണ്ടോ വിനോദ്? അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തികൾ എന്ന നിലയ്ക്ക് കേന്ദ്രീകരിച്ച് അല്ല അന്വേഷണം നടക്കുന്നത്. എല്ലാ സാഹചര്യങ്ങളും എല്ലാ സാധ്യതകളും പരിശോധിച്ച് തന്നെയാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ നീളുന്നത്. ഈ റെയിൽവേ ട്രാക്കിന് രണ്ട് വശത്തേക്കും കാട് കയറിയ സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ തന്നെ ഈ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി ഈ പരിസരം മുഴുവൻ പരിശോധിക്കുകയായിരുന്നു.
ഈ കാണുന്ന പ്രദേശങ്ങളിൽ പല സ്ഥലങ്ങളിലായി ലഹരി സംഘങ്ങൾ, അത് മലയാളികളുമുണ്ട്, ഇതര സംസ്ഥാന തൊഴിലാളികളായി ഇവിടെ എത്തിയവരുമുണ്ട്. ഇവരെല്ലാം തന്നെ ഇവിടെ താമസിക്കുന്നവരുണ്ട്. അതായത് ഈ റെയിൽവേ ട്രാക്കിന് ഒരു വശത്ത് വീടുകളുണ്ട്, അവിടെയൊക്കെയും വാടകയ്ക്ക് താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ട്. പല സ്ഥാപനങ്ങളിലായി ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, മലയാളികളുണ്ട്. ഇവർ മലയാളികളും ഇതര സംസ്ഥാന തൊഴിലാളികളും അവർ തന്നെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരുമിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങളിലോ മറ്റോ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതോ ആയ ആളുകൾ രാത്രികാലങ്ങളിൽ അവർ ഒരുമിച്ച് തന്നെ ഈ തരത്തിൽ മദ്യപിക്കാറുണ്ട്, അല്ലെങ്കിൽ മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ ഇവിടെയുള്ള ആളുകളല്ലാതെ തന്നെ പുറത്തുനിന്ന് ആളുകൾ എത്തുന്ന രീതിയുണ്ട്. അങ്ങനെയുള്ള ആരോപണങ്ങൾ, വലിയ തോതിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസ് വലിയവറ സ്റ്റേഷനിൽ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, പേട്ട സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, തുമ്പ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതായത് ഈ പ്രദേശവുമായി ചുറ്റുവട്ടത്ത് വരുന്ന പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി ലഹരി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. ഇത് പേട്ട സ്റ്റേഷൻ പരിധിയിലാണ് വരുന്നത്. നഗരസഭയുടെ 3 വാർഡുകളുടെ അതിർത്തി പ്രദേശമാണ്. സത്യത്തിൽ ഈ പ്രദേശം അങ്ങനെ ഏതെങ്കിലും ഒരു വാർഡിന്റെ ഭാഗമായി ആരെങ്കിലും നോക്കുന്നതല്ല. കാരണം പുറമ്പോക്കായി കിടക്കുന്നതാണ്, വീടുകൾ ഇല്ലാത്ത സ്ഥലമാണ്, വോട്ടർമാർ ഇല്ലാത്ത സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ജനപ്രതിനിധികളുടെയോ മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരുടെയോ നിരന്തരമായ സജീവമായ നിരീക്ഷണത്തിലോ ഇടപെടലിലോ വരുന്ന ഒരു സ്ഥലമല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ക്രിമിനൽ സംഘങ്ങൾക്കും ലഹരി സംഘങ്ങൾക്കും തമ്പടിക്കാൻ കഴിയുന്ന ഒരു ഇടമാണ്. ആ വഴിക്കുള്ള അന്വേഷണവും പോലീസ് നടത്തുന്നുണ്ട്. പക്ഷേ തട്ടിക്കൊണ്ടു പോകലാണോ, കുട്ടിയെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഉപദ്രവിക്കലാണോ, ഈ കുടുംബത്തിനുള്ളിലെ തന്നെ പ്രശ്നമാണോ, ഇത്തരം കാര്യങ്ങളിലൊന്നും തന്നെ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ആകെയുള്ള സൂചന സ്കൂട്ടറിൽ ഒരുപക്ഷെ കുട്ടിയെ കൊണ്ടുപോയിട്ടുണ്ടാകാം എന്ന നിലയ്ക്കുള്ള അന്വേഷണം. അതിനപ്പുറത്തേക്ക് കുട്ടി ഈ പരിസരത്ത് എവിടെയെങ്കിലും തന്നെ കുട്ടിയെ മാറ്റിയതാണോ, അങ്ങനെ എന്തെങ്കിലും അപായപ്പെടുത്തുകയോ അങ്ങനെയൊക്കെ ഉള്ള സംശയങ്ങളും ചിന്തകളുമാണ്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ടോം, വ്യക്തമാണ്. വി വിനോദും ഡാൻ കുര്യനുമാണ് വിവരങ്ങൾ നൽകിയത്. കുഞ്ഞിനെ കാണാതുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള അഭ്യൂഹങ്ങളുണ്ട്. കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളാണോ, അത് മറ്റേതെങ്കിലും ലഹരി സംഘങ്ങളോ ഇതര സംസ്ഥാനക്കാരോ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയതാണോ എന്ന് സംബന്ധിച്ചാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത്. അതിൽ എന്തായാലും മേരി എന്ന 2 വയസ്സുകാരി ആ കുരുന്നിനെ കണ്ടെത്താൻ വേണ്ടിയുള്ള ഊർജിതമായ ശ്രമത്തിലാണ് പോലീസ്. ആലപ്പുഴ ചേർത്തലയിൽ